വാഹന ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ ഇടനിലക്കാർക്ക് നിയന്ത്രണം. ഇനി മുതൽ ഏജന്റുമാർക്ക് പ്രവേശനമില്ല. വാഹന ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ ഇടനിലക്കാരെ നിയന്ത്രിക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ ഇനി മുതൽ ഏജന്റുമാർക്ക് പ്രവേശനമില്ല. വാഹന ഫിറ്റ്നസ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വാഹന ഉടമയ്ക്കോ ഡ്രൈവർക്കോ മാത്രമേ ഇനി മുതൽ പ്രവേശനം അനുവദിക്കൂ. ഡ്രൈവറാണ് പ്രവേശിക്കുന്നതെങ്കിൽ യൂണിഫോം നിർബന്ധമാക്കി. ഗതാഗത കമ്മീഷണറുടേതാണ് പുതിയ ഉത്തരവ്. കൈക്കൂലിയും അഴിമതിയും ഉൾപ്പെടെ തടയാനാണ് പുതിയ ഉത്തരവ്. സാധാരണഗതിയിൽ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്ക് ഏജന്റുമാർ ഉൾപ്പെടെയാണ് പോകുന്നത്. ഇവർ MVDയുമായി നേരത്തെ തന്നെ ബന്ധം സ്ഥാപിക്കുകയും കൈക്കൂലി നൽകി ടെസ്റ്റ് പാസ്സാക്കുകയും ചെയ്യുന്ന പ്രവണത ചിലയിടങ്ങളിലെങ്കിലും ഉണ്ടായിരുന്നു. ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇത് നേരത്തെ തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഏജന്റുമാർക്ക് ഗ്രൗണ്ടിലേക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ട് ഉത്തരവ് വരുന്നത്. ഇത്തരമൊരു ഉത്തരവ് വരുമെന്ന് നേരത്തെ തന്നെ ഗതാഗത മന്ത്രി അറിയിച്ചതാണ്. ടെസ്റ്റിന് ഒരു ദിവസം അനുവദിക്കുന്ന ആളുകളുടെ എണ്ണം 40 ചുരുക്കണമെന്നത് മറ്റൊരു പ്രധാന നിർദ്ദേശമാണ്. ഈ 40 പേരിൽ ആദ്യത്തെ 5 പേർ വിദ്യാർത്ഥികളോ വിദേശത്തേക്ക് പോകാൻ ആവശ്യമുള്ളവരോ ആയിരിക്കണം. പിന്നീടുള്ള 10 പേർ നേരത്തെയുള്ള ടെസ്റ്റുകളിൽ പരാജയപ്പെട്ടവരായിരിക്കണം. ബാക്കി 25 പേർ പുതിയ അപേക്ഷകരുമായിരിക്കണം. ശബരിമല സീസൺ ആയതിനാൽ പല സ്ഥലങ്ങളിലും മതിയായ നിലയിൽ ടെസ്റ്റ് ക്രമീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. ഈ അവസ്ഥയിൽ പകരം മറ്റ് ദിവസങ്ങളിൽ കൂടി ടെസ്റ്റ് നടത്തുകയും ക്രമീകരണം ഒരുക്കുകയും വേണം എന്ന നിർദ്ദേശവുമുണ്ട്. മതിയായ ഉദ്യോഗസ്ഥരില്ലെങ്കിൽ മറ്റുദ്യോഗസ്ഥരെ കൂടി വകുപ്പിലേക്ക് വിന്യസിച്ചുകൊണ്ട് ടെസ്റ്റ് നടത്താമെന്നും പറയുന്നു.